ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നവരാത്രി സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ്. നവരാത്രിക്ക് മാത്രമല്ല, ഏത് പൂജയ്ക്കും നമുക്ക് പ്രസാദമായിട്ട് അരവണ പായസം തയ്യാറാക്കാം. നല്ല രുചികരമായിട്ട് അതിൻ്റെ കറക്റ്റ് പാകത്തിന് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് തയ്യാറാക്കി എടുക്കുന്നവർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നോക്കാം എങ്ങനെയാണെന്ന്. അപ്പം ഞാനിവിടെ 1/2 കപ്പ് ഉണക്കലരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ് എന്ന് പറയുന്നത് 240 ml ആണ്. ഇത് ഒരു 120 ml കപ്പാണ്. കടയിൽ പായസ അരിയെന്നോ ഉണക്കലരിയെന്നോ പറഞ്ഞ് വാങ്ങിക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഒരു അരിപ്പയിൽ വല്ലതും ഇട്ട് വയ്ക്കുക. വെള്ളം നന്നായിട്ടൊന്ന് വാർന്നു പോകണം. ഇനി നമുക്ക് അടുപ്പിലോട്ട് ഒരു ചുവട് കെട്ടിയുള്ള പാത്രം വെച്ച് കൊടുക്കുക. പാത്രമോ ഉരുളിയോ ഒക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുന്നത്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ അരവണ പായസത്തിനും നെയ്യ് പായസത്തിനും ഒക്കെ നമ്മൾ കുറച്ച് കൂടുതൽ നെയ്യ് ചേർക്കും. പിന്നെ പ്രസാദമായതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ചല്ലേ കഴിക്കുള്ളൂ. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം, ഇല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. തീ ഇപ്പോൾ സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയ്ക്കാണ് വെച്ചിരിക്കുന്നത്. തീ കൂട്ടിയിടരുത്, കരിഞ്ഞു പോവും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഗോൾഡൻ ബ്രൗൺ നിറം ആവുമ്പോൾ നമുക്ക് കോരി മാറ്റാം. കരിഞ്ഞു പോവരുത്. തീ ഇപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു തുടങ്ങും. എല്ലാം കോരി മാറ്റിയതിന് ശേഷം നമുക്ക് തീ സിമ്മിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കഴുകി തോർത്തി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ അരി ഒന്ന് ഈ നെയ്യിൽ വറുത്തെടുക്കണം. അരവണ പായസം നമുക്ക് കഴിക്കുമ്പോൾ അറിയാമല്ലോ, കുറച്ചൊന്ന് ഹാർഡായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ ആയി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെയ്യിലിട്ടിട്ട് അരി വറുത്തെടുക്കുന്നത്. 2 മിനിറ്റ് നമുക്ക് വറുത്തെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അടിക്ക് പിടിക്കരുത്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടാക്കി തണുപ്പിച്ച വെള്ളമല്ല, നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഈ 1/2 കപ്പ് അരിക്ക് ഞാൻ ഏകദേശം 5 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഒന്ന് വെള്ളം വറ്റി വരുമ്പം അരിയുടെ വേവ് നോക്കുക. വെന്തില്ലെങ്കിൽ മാത്രം ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം പിന്നെ ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കുക, ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. അരി നന്നായിട്ട് വെന്ത് വരണം. അരി വെന്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിൽ വെള്ളം കാണാനും പാടില്ല. അതുകൊണ്ടാണ് ആദ്യമേ കുറേ വെള്ളം ഒഴിക്കേണ്ട, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരിങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ കുരു ഇല്ലാത്ത മുന്തിരിങ്ങയാണ് ചേർത്തത്. അപ്പോൾ അരി വെന്ത് വരുമ്പോഴേക്ക് ഈ മുന്തിരിങ്ങയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു വരും. അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള ശർക്കര കൂടി ഒരുക്കിയെടുക്കണം. അരവണ പായസത്തിൽ നന്നായിട്ട് ശർക്കര വേണം കേട്ടോ. 1/2 കപ്പ് അരിക്ക് ഞാനിവിടെ 3 കപ്പ് ശർക്കരയാണ് എടുക്കുന്നത്. നല്ല കറുത്ത ശർക്കര തന്നെ നോക്കി വാങ്ങാം കേട്ടോ, അപ്പോഴേ ആ കളർ കിട്ടുള്ളൂ. ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാനി കാച്ചിയെടുക്കാം. ഇപ്പോൾ ശർക്കരയെല്ലാം അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. തീ നിർത്തിയതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം. ശർക്കരയിലുള്ള അഴുക്കും കരടും ഒക്കെ മാറിക്കിട്ടും. അരി ഞാൻ ഇടയ്ക്ക് തുറന്ന് ഇളക്കുന്നുണ്ടായിരുന്നു. ബാക്കി 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരി നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി കൂടി ചേർത്ത് കൊടുക്കണം. ചോറ് വെന്തോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അല്ലാതെ നമ്മൾ പ്രസാദമൊന്നും ഉണ്ടാക്കുമ്പോൾ നേരത്തെ ടേസ്റ്റ് ചെയ്യാറില്ലല്ലോ. ശർക്കര പാനി ചേർത്ത് കഴിഞ്ഞാൽ അരി പിന്നെ വേവില്ല. അതുകൊണ്ട് അരി വെന്തതിന് ശേഷം മാത്രമേ ശർക്കര പാനി ചേർക്കാവൂ. ഇനി ഈ ശർക്കര പാനിയിൽ കിടന്ന് ഇതൊന്ന് വറ്റി വരണം. ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. കുറഞ്ഞത് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യെങ്കിലും ഈ സമയത്ത് ചേർക്കേണ്ടി വരും. നമ്മൾ ഈ അലുവയിലൊക്കെ ചേർക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കൽക്കണ്ടം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കൽക്കണ്ടം ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇത് കുറച്ചൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 5 മിനിറ്റും കൂടി വറ്റി വരട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ പൊടി അവിടെ കട്ട പിടിച്ച് കിടക്കും.
ശേഷം 1 ടീസ്പൂൺ ചുക്കുപൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ഈ സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരണം. നമുക്കറിയാലോ അരവണയുടെ പാകം. അതിനേക്കാൾ കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കുമ്പോൾ നമുക്ക് നിർത്താം. കാരണം ചൂടൊന്ന് ആറി വരുമ്പോഴേക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. ഈ പരുവമാവുമ്പോൾ എന്താ പറയുക, ഇപ്പം ദോശമാവിൻ്റെയൊക്കെ പരുവമാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം ഞാൻ മൊത്തം പായസത്തിന് 6 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് നെയ്യൊക്കെ ചേർത്തുന്നുണ്ട്. ഇത് കുറച്ച് ദിവസം കേടാവാതെ ഇരിക്കും. കറക്റ്റ് പാകത്തിനാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നമ്മൾ ശബരിമലയിലൊക്കെ അരവണ കിട്ടില്ലേ, അതേപോലെ തന്നെ അതേ പാകത്തിനിരിക്കും. അപ്പം നേരത്തെ ഞാൻ നെയ്പായസം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഇട്ടിട്ടുണ്ട്. കുറേ പേര് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ റെസിപ്പിയാണ്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്കും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഈ വരുന്ന നവരാത്രിക്ക് രണ്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം. ബൈ.